എല്ലാവർക്കും നമസ്കാരം. ദോസ് ഹു വാക്ക് അലോൺ ഹാവ് സ്ട്രോങ്ങസ്റ്റ് ഡയറക്ഷൻ. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ യൂണിവേഴ്സ് നൽകുക. ഇത് നമുക്ക് പലപ്പോഴും അനുഭവമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ശക്തി നമുക്ക് തരും. ചുറ്റും നമ്മുടെ കൂടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരിക്കും, നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻ കിട്ടുന്ന നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ ചില പോയിന്റിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഡ്രീം, ഇപ്പോൾ ഒരാൾക്ക് ഒരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ അത് ആളുടെ മാത്രം ഡ്രീമാണ്. ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത്, അതായത് ഇൻ്റർവ്യൂസ്, അതിനെ പറ്റി പഠിക്കേണ്ടത് ഒക്കെ നമ്മൾ തന്നെയാണ് അല്ലേ. അവിടെ നമുക്ക് വേറൊരാളുടെ സഹായം നമുക്ക് തേടാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആ ഒരു ഡയറക്ഷനിലേക്ക് പോവുക തന്നെ വേണം. ടീച്ചർ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി, ടീച്ചർ എന്നുള്ളതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വിഭാഗത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കാര്യം സാധിക്കുന്നത് വരെ നമ്മൾ ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഗീവപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ആ ഒറ്റയാൾ പോരാട്ടത്തിൽ നമ്മൾ വിജയം, നമ്മുടെ ഗോൾ എന്താണോ അത് കിട്ടണ വരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. ആ ഒരു പോരാട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യം ഒക്കെ കാണുക ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. പക്ഷെ നമ്മൾ ഓരോ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യുമ്പോഴും നമ്മൾ വലിയ രീതിയിലുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഒറ്റയാൾ പോരാട്ടം നമ്മൾ വരേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഹാർട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിനെ ഫോളോ ചെയ്യുമ്പോഴാണ് അല്ലേ. അതായത് സാധാരണക്കാരെ പോലെ, അതായത് ഒരു 99% വിഭാഗം പോപ്പുലേഷൻ്റെ പോലെ ജീവിക്കാൻ വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ മാറി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഏതാണ്? നമ്മുടെ ഹാർട്ടാണല്ലേ. ഹാർട്ടിൽ നിന്നും വരുന്ന ഒരു സജഷൻ ഉണ്ടായിരിക്കും. നീ ഇതല്ല ചെയ്യേണ്ടത്, നീ ഇതാണ് ചെയ്യേണ്ടത്, നീ ലോകത്തിന് ഇതാണ് കൊടുക്കേണ്ടത്, നിന്റെ പർപ്പസ് ഇതാണ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരും. ചിലവർക്കത് വന്നു കഴിഞ്ഞാലും അവരുടെ അത് മനഃപൂർവ്വം അത് റിജക്റ്റ് ചെയ്യും. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ അത് ആ ഒരു വഴി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിയണോണ്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? മറ്റേ വഴി, അതായത് സിമ്പിളായിട്ട് വളരെ സേഫായിട്ടുള്ള ജോലികൾ, സേഫായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഹാർട്ടിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അപാര ധൈര്യം തന്നെ വേണം. കാരണം ഒരുപാട് റിജക്ഷൻസും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് എനിക്ക് സാധാരണക്കാരെ പോലെ ആവണ്ട, എനിക്ക് മാറി എൻ്റെ ഹാർട്ട് പറയുന്ന കാര്യം എനിക്ക് ചെയ്യണം എന്ന് പറയുന്നവരോട് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭയങ്കര അധികം ആരാധനയുണ്ട്. പക്ഷെ അതൊരു പുറത്ത് കാണിക്കില്ല. അവരെന്ത് ചെയ്യുന്നറിയോ? ഹൈ സക്സസ്സിൽ എത്തുമ്പോൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യണ സമയത്തൊക്കെ അവരെ നമ്മളെ പുച്ഛിക്കും. ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റണ കാര്യമില്ല, നിനക്ക് ഇതിപ്പോൾ ചെയ്തുകൂടെ, ഇതല്ലേ വളരെ ഈസി, ഇതല്ലേ വളരെ സേഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളതൊന്നും ഗിവപ്പ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നമ്മൾ വൺസ് നമ്മൾ സക്സസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മളെ അസൂയോടുകൂടെ നോക്കാൻ തുടങ്ങും. കാരണം അവർക്കറിയാം അവരുടെ ഹാർട്ടിലും ഈ പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, നീ ഇത് ചെയ്യൂ എന്നുള്ളത്. അവരത് റിജക്റ്റ് ചെയ്തിട്ട് വളരെ സേഫും വളരെ ഈസി ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒറ്റയാൾ പോരാട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് റിജക്ഷൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെയധികം സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഗോള്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് വരണത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വാലിഡേഷൻ എപ്പോഴും വേണം. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുന്നൊരു വാലിഡേഷൻ അവർക്ക് എപ്പോഴും വേണം. പക്ഷേ ഈ ഒറ്റയ്ക്ക് പോരാടുന്നവർക്കുണ്ടല്ലോ അതൊന്നും വേണ്ട. കാരണം അവർക്ക് ആദ്യം റെക്കഗ്നൈസേഷൻ ആവശ്യമില്ല. കാരണം അവരാരെയാണ് ബോധിപ്പിക്കേണ്ടത്? കാരണം ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആരും ബോധിപ്പിക്കാനില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നറിയോ? വളരെ നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഒറ്റയ്ക്ക് പോരാടുക എന്ന് പറയുന്നത് ബെസ്റ്റ് ഡിസിഷനാണ്. അത് എടുക്കാൻ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ടാവും. കാരണം എന്താണ്? നമ്മൾ അതിലൂടെ കുറേ പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് വേദനകൾ നമ്മൾ സഹിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ ഇന്നർ സ്ട്രെങ്ത് വളരെയധികം കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെ ഈ പറയുന്ന ഒറ്റയ്ക്ക് നമ്മൾ പോരാടുമ്പോൾ
നമ്മളെ ഭയങ്കര ഗുരുതരമായ ഡാർക്ക്നെസ്സിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവും. എന്താ ഏതാ എങ്ങനെയാണെന്ന് അറിയാതെ നമ്മൾ കൈകാലിട്ടടിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഡാർക്ക്നെസ്സിൽ, ആ ഇരുട്ടിലും നമ്മളൊരു വെളിച്ചം കണ്ടെത്തും. അതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ആ ഇരുട്ടിൻ്റെ ഡെപ്ത്. ഇനി നമ്മൾ പിന്നീടുള്ള ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ ഇരുട്ടിലേക്ക് മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾക്ക് ഒന്നും തോന്നില്ല, കാരണം നമ്മൾ അത്രയും ഇരുട്ട് കണ്ടു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ അത് നമുക്ക് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മളത് എന്താ പറയുക, അത് തരണം ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, കാരണം നമ്മളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഒറ്റയ്ക്ക് നിന്ന് പോരാടി കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുക, വോക്ക് എലോൺ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ അത് ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾ ആ ജേണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക, അപ്രിസിയേഷൻ ആണ് നിങ്ങൾക്ക് തരേണ്ടത്. കാരണം നിങ്ങൾ ആ ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സക്സസിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് തന്നെ കരുതാം, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ഒറ്റയ്ക്ക് പോരാടാം. നിങ്ങളുടെ ഗോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ ആരും ഇല്ലേ, കുഴപ്പമില്ല, മുമ്പോട്ട് പോവുക, വോക്ക് എലോൺ. ആ ഒറ്റയ്ക്ക് പറക്കുന്ന ആളുകൾക്കാണ് സ്ട്രോങ്ങസ്റ്റ് വിങ്സ് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ആ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വോക്ക് എലോൺ എന്ന് പറയുന്ന രീതി നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളെ സ്ട്രോങ് ആക്കാനായിട്ട് ഈ യൂണിവേഴ്സ് തരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വായാണ് ഈ ഒരു വോക്ക് എലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളെ ഒന്ന് പേടിക്കണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? കാരണം അവർക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കും, അവർ എന്തും ചെയ്തു പോകും. അപ്പോൾ നിങ്ങളും ഈ പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ഡോണ്ട് ഗീവ് അപ്പ്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. യൂണിവേഴ്സ് നിങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്നു, അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് വരാം. ദിസ് ഇസ് ജോഷി മാനോൻ സൈനിങ് ഓഫ്.